തദ്ദേശ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി UDF. ഫെബ്രുവരിക്കുള്ളിൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി പ്രകടന പത്രിക പുറത്തിറക്കാനാണ് തീരുമാനം. മുന്നണി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി PV അൻവറിനെയും CK ജാനുവിനെയും അസോസിയേറ്റ് മെമ്പർമാരായി UDF-ൽ ഉൾപ്പെടുത്തി. ഇനി പ്രവർത്തനം വാർഡുകളിൽ നിന്ന് ബൂത്തുകളിലേക്ക് എന്ന ആമുഖത്തോടെ നിയമസഭാ പോരാട്ടത്തിന് ഒരുങ്ങുകയാണെന്ന് VD സതീശൻ പറയുന്നു. ജനുവരി ആദ്യത്തോടെ തന്നെ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ച തുടങ്ങി. ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അവതരിപ്പിക്കും. പുതിയൊരു കേരളത്തെ ജനങ്ങൾക്ക് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും VD സതീശൻ. മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് എന്നീ പാർട്ടികളെ UDF-ന്റെ അസോസിയേറ്റ് മെമ്പർമാരായി ഉൾപ്പെടുത്താനും ധാരണയായി. UDF യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ 3 പാർട്ടികളെയും UDF-ന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. UDF-ലേക്കുള്ള ക്ഷണം അംഗീകാരമായി കാണുന്നുവെന്ന് PV അൻവർ. സന്തോഷമെന്ന് CK ജാനു. അസോസിയേറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ പരിഗണിച്ചിരിക്കുന്നത് അത് വളരെ സ്വാഗതാർഹമാണ്. ശരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടുമെന്നാണ് UDF പ്രതീക്ഷ. ഫെബ്രുവരിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കേരള യാത്ര നടത്തും. നിലവിലെ സർക്കാർ വിരുദ്ധ നിലപാട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് UDF വിലയിരുത്തൽ. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.